കഴിഞ്ഞ ദിവസം ഔറംഗാബാദിൽ അർവലിൽ ഒരേ ദിവസം 3 സമർപ്പണത്തിൽ പങ്കെടുക്കുവാനും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനും ദൈവം സഹായിച്ചു. ഒന്നാമത്തേത് ഗീതാ സഹോദരിയുടെ ആരാധനാലയം. അവർ നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു വിരഞ്ജീവ് സഹോദരിയുടെ വിശ്വാസിയായിരുന്നു. അവരിലൂടെ സുവിശേഷം കേട്ട ഒരു പുതിയ വിശ്വാസി. അതിനുശേഷം അവരുടെ ഭവനത്തിൽ ചെറിയ കൂട്ടായ്മ തുടങ്ങി. എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ ആലയം അവിടെ പണിതത് സമർപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ നിന്നും ഞങ്ങൾ ബിമലിൻ്റെ സ്ഥലത്തേക്ക് പോയി. അർവൽ ജില്ലയിൽ ബിമൽ. അവിടെയും ഏതാണ്ട് 200-180 പേർക്കെങ്കിലും ഇരിക്കാവുന്ന ഒരു ആരാധനാലയം, അതും തയ്യാറായത് സമർപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം പോയത് സുശീൽ സഹോദരൻ്റെ പുതിയ വീട്ടിലേക്കാണ്. സുശീൽ സഹോദരൻ്റെ മകനെ ആളുകൾ കൊന്ന് കെട്ടിത്തൂക്കിയിരുന്നു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ നമ്മളുടെ കൂട്ടുപ്രവർത്തകനാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം ദൈവം മനസ്സിൽ നൽകി. ചിലർ വിളിച്ച് ചോദിച്ചു, ഇവർക്ക് വീടുണ്ടോ? അങ്ങനെ ഏതാണ്ട് 15 ലക്ഷം രൂപയ്ക്കടുത്ത് ചിലവഴിച്ച് മനോഹരമായ ഒരു ചെറിയ ഭവനം ഉണ്ടാക്കുവാൻ ദൈവം സഹായിച്ചു. ആദ്യത്തെ 2 ആരാധനാലയങ്ങളും അതിന് സ്ഥലം സൗജന്യമായി നൽകിയത് അവിടെയുള്ള നമ്മുടെ കൂട്ടുപ്രവർത്തകരാണ്. സുശീൽ കുമാരൻ്റെ അടുക്കൽ വന്നപ്പോൾ മനുഷ്യൻ എത്രമാത്രം സ്വാർത്ഥനാണെന്നുമൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. മകൻ മരിച്ച മനുഷ്യന് ഒരു ഭവനം പണിത് കിട്ടിയപ്പോൾ അതിൻ്റെ സമർപ്പണം നടക്കുമ്പോൾ തൻ്റെ സഹോദരന്മാർ ആരും അവിടെ എത്തിയില്ല. എന്തോ ചെറിയ ചെറിയ പിണക്കങ്ങൾ ആയിരിക്കും. കാരണം ഇയാളുടെ മകൻ മരിച്ചതാണല്ലോ, 21 വയസ്സുള്ളത്. അതൊന്നും ചിന്തിക്കുവാൻ അവർക്ക് കഴിയില്ല. 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥർ ആണ് താനും. ഇദ്ദേഹം നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന സുവിശേഷൻ. അങ്ങനെ ഒരേ ദിവസം 3 സമർപ്പണങ്ങളിൽ പങ്കെടുത്തു. 3 റിബൺ കട്ട് ചെയ്തതും മറ്റും കൂട്ടു സഹോദരങ്ങളാണ്. ദൈവം നൽകിയിരിക്കുന്ന ഭാരം അത് വചനം പ്രസംഗിക്കുവാൻ വേണ്ടിയുള്ള ഭാരമാണ്. ഉദ്ഘാടനം, കല്യാണം നടത്തൽ മുതലായ കാര്യങ്ങൾ ചെയ്യാറില്ല, ചെയ്യരുതെന്നാണ് ആഗ്രഹം. അവിടെ കൂടി വന്നിരിക്കുന്നവരോട് അവരുടെ ഭാഷയിൽ ലളിതമായി യേശുക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുക, യേശുക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തുക. അതാണ് ദൈവം നൽകിയിരിക്കുന്ന ആഗ്രഹം. അത് നിവർത്തിക്കുവാൻ ദൈവം ഇനിയും അധികം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ ഉണ്ടാക്കുവാൻ ആരോടും പണം ആവശ്യപ്പെട്ടില്ല. ദൈവം തന്നെ അതിനുവേണ്ടി വഴികളൊരുക്കി. സുശീൽ കുമാറിൻ്റെ ഭവനത്തിന് വേണ്ട 15 ലക്ഷം രൂപ, അതിൽ കൂടുതൽ ലഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. കൂടുതലുള്ള പണം അത് മറ്റൊരു സ്ഥലത്ത് ഇതുപോലെയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ കരുണകൾക്കായും ദൈവത്തിന് നന്ദി പറയുന്നു. മകൻ മരിച്ചുപോയ മനുഷ്യന് ഒരു ചെറിയ ഭവനം നിർമ്മിച്ചു നൽകുവാൻ കഴിഞ്ഞല്ലോ, അതിനുവേണ്ടി ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം.